കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഓർത്തഡോക്സ് സഭ. സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണമെന്ന് സഭാ വൈദികൻ ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ. പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില തീരുമാനങ്ങൾ കാണുമ്പോൾ സഭയും സമൂഹവും തുറന്നു പറയുമെന്നും കുറിപ്പ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെ അതിനൊക്കെ മേലെ നിൽക്കുന്നു, വിമർശനങ്ങൾ തുടരെയുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഓർത്തഡോക്സ് സഭ അവരുടെ നിലപാടിൽ ഒട്ടും അയഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് സഭ ട്രസ്റ്റിയുടെ പ്രതികരണം ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തുറന്നു ചോദിച്ചിരിക്കുകയാണ് KPCCയോട് സഭയുടെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഒരു കടുത്ത ഒരു ചോദ്യം തന്നെയാണ് KPCCക്ക് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വൈദിക ട്രസ്റ്റി ആയിട്ടുള്ള ഫാദർ തോമസ് വർഗീസ് അമയിൽ ഫേസ്ബുക്കിലൂടെയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് തീരുമാനങ്ങൾ അത് പാർട്ടിയുടെ തീരുമാനങ്ങൾ മാത്രമാണ്. പക്ഷേ അത് 100% സംതൃപ്തി നൽകുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും പാർട്ടിക്ക് തന്നെയാണ്, അതാത് സംഘടനയ്ക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം കുറിപ്പിൽ അങ്ങനെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത്. പിന്നീട് പറയുന്നത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തീരുമാനങ്ങൾ കാണുമ്പോൾ സഭയും സമൂഹവും അത് തുറന്നു പറയും. അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വിവിധ സഭാ നേതാക്കൾ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് പല കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരുന്നു. അവർക്കെതിരെ ഒരു വാചകമാണ് അത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ളവർക്കെതിരെയാണ് ആ വാചകം. അഭിപ്രായം പറയുന്നതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്ന് ഓർത്തഡോക്സ് സഭ കൃത്യമായി പറയുന്നു. ഒപ്പം തന്നെ കഴിവുള്ള നേതാക്കന്മാർ നേതൃത്വത്തിൽ വരണം എന്നുള്ളത് പൗരന്മാരുടെ സ്വപ്നമാണ്. അവരെ മതത്തിന്റെയും താല്പര്യങ്ങളുടെയും പേരിൽ തഴയുന്നത് സങ്കടകരമാണ് എന്ന് വ്യക്തമായി പറയുന്നു. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് നടന്ന യുവ സംഘടനയുടെ യോഗത്തിൽ യുവ സംഘടനയുടെ അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അബിൻ വർക്കിയെ തഴഞ്ഞു എന്നുള്ള അബിൻ വർക്കിയുടെ വാദത്തിന് പിൻപറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊതുരംഗത്തെ തീവ്രവാദത്തെ ഒരു തരത്തിലും സഭ കൂട്ടുനിൽക്കില്ല എന്ന് സഭ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ മറ്റൊരു വശമാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളത്. മതത്തിന്റെ പേരിൽ മതത്തിന്റെയും മറ്റു താല്പര്യങ്ങളുടെയും പേരിൽ ഈ കഴിവുള്ള നേതാക്കളെ തടയുന്നത് അത് സങ്കടകരമാണ് എന്ന് പറയുന്നുണ്ട്. ഈ അത്തരത്തിലുള്ള ഈ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാത്തവർ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ കാവൽക്കാരാവുക എന്ന KPCCയെ ചോദ്യമുനയിൽ നിർത്തുകയാണ് ഓർത്തഡോക്സ് സഭ. അതോടൊപ്പം തന്നെ വീണ്ടും ഭരണത്തിൽ വരുമെന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് KPCC, കോൺഗ്രസ് പ്രത്യേകിച്ച് UDF പ്രത്യേകിച്ച് കരുതുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെന്ന് കണക്ക് കൂട്ടുന്നവർ ഇത് മേഘവിസ്ഫോടനങ്ങളുടെ കാലമാണ് എന്ന് മറക്കരുത് എന്ന് വലിയ ഒരു മുന്നറിയിപ്പ് ഓർത്തഡോക്സ് സഭ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാട് ഓർത്തഡോക്സ് സഭ സ്വീകരിക്കാൻ മടിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കുറിപ്പിന്റെ അവസാന വരിയിൽ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അതായത് ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റിയായിട്ടുള്ള അദ്ദേഹം വ്യക്തമാക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിനെ കൂടുതൽ കുരുക്കായിരിക്കുകയാണ് സഭയുടെ കടുത്ത നിലപാട്. ഒരു വിമർശനങ്ങളോട് പാർട്ടിയുടെ അകത്തെ കാര്യങ്ങൾ പാർട്ടിയുടെ മാത്രം തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനടക്കം ഈ ഓർത്തഡോക്സ് സഭയുടെ വിമർശനങ്ങളെ നേരിട്ടപ്പോൾ അതങ്ങനെയല്ല, തങ്ങൾക്ക് പറയാനുള്ളത് പറയും. അത് സമൂഹത്തിനും അതുപോലെ തന്നെ മൊത്തത്തിലുണ്ടായിരിക്കുന്ന അതൃപ്തിയുടെ ഭാഗമാണ് തങ്ങളുടെ വാക്കുകൾ എന്ന് കൃത്യമായി പറയുകയാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വം. ശരി, കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഓർത്തഡോക്സ് സഭ രംഗത്തെത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.